മക്കളെ, നമുക്കിന്ന് 5ാമത്തെ യൂണിറ്റ് നോക്കാം. 4 വരെ യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു. ഇനി എക്സാമിന് ശേഷം നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററാണ് 5ാമത്തെ യൂണിറ്റ്. 5ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗുലാ ആസ്മാൻ ആണ്. 5ാമത്തെ യൂണിറ്റിന്റെ പേര് ഗുലാ ആസ്മാൻ, തുറന്ന ആകാശം. എന്താണ് ഗുലാ ആസ്മാൻ? തുറന്ന ആകാശം. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരു നാടകമാണ്. നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത് നോക്കാം. എഴുതിയിരിക്കുന്നത് ജോ ലോഗ് ദൂസരോं को आजादी नहीं देते उन्हें खुद भी इसका हक नहीं होगा. जो लोग दूसरों को आजादी സ്വാതന്ത്ര്യം नहीं देते खुद സ്വയം इसका हक അധികാരം नहीं होगा. അബ്രഹാം ലിങ്കൻ പറഞ്ഞതാണ്, മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം നൽകാത്തവർക്ക് സ്വയം അതിനുള്ള അവകാശം ഉണ്ടാകില്ല. ഹക്ക് പറഞ്ഞാൽ എന്താണ്? അവകാശം. മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം നൽകാത്തവർക്ക് സ്വയം അതിനുള്ള അവകാശമില്ല എന്നാണ് അബ്രഹാം ലിങ്കൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന നാടകം ആരാണ് അഭിനയിക്കുന്നത്? കുട്ടികളാണ് അല്ലെ. ദേഖേ ബച്ചേ ക്യാ കർത്തേ ഹേ. നോക്കൂ, ഇവിടെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? അവരെന്തോ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലെ. അടുത്തതായിട്ട് എന്താണ് എഴുതിയിരിക്കുന്നത്? ചലേം ഹം ബീഗേലേം, വരൂ നമുക്കും കളിക്കാം. അതായത് എന്താണ് കളിക്കാൻ വേണ്ടി നമ്മളെ ക്ഷണിക്കുന്നത്? നാടകം കളിക്കാനാണ് വിളിക്കുന്നത് അല്ലെ. ഈ നാടകത്തിലേക്ക് നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. രാജാ ഓർ വിദ്രോഹി, രാജാവും വിദ്രോഹിയും, രാജാവും അതുപോലെ തന്നെ വിപ്ലവകാരിയും എന്നാണ് നമ്മളുടെ നാടകത്തിന്റെ പേര്. രവീന്ദ്രനാഥ ടാഗോർ ആണ് ഈ നാടകം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന നാടകമായിരുന്നു. ഇതിനെ അനുവാദനം ചെയ്തിരിക്കുന്നത്, ഇതിനെ തർജ്ജമ ചെയ്തിരിക്കുന്നത് അമർ ഗോസ്വാമിയാണ്. ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തതാണ് അമർ ഗോസ്വാമി. ഇത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഇംഗ്ലീഷിലെ നാടകമാണ്. അത് അമർ ഗോസ്വാമി എന്ത് ചെയ്തിരിക്കുന്നു? ഹിന്ദിയിലേക്ക് അനുവാദനം ചെയ്തിരിക്കുന്നു. ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്, രാജാവായിട്ട് അഭിനയിക്കുന്നത് രാജനാണ്. ജിതൻ എന്ന് പറയുന്ന കുട്ടി മന്ത്രിയായിട്ട് അഭിനയിക്കുന്നു. ഉപൻ ന്യായാധീശ്, ജഡ്ജിയായിട്ട് അഭിനയിക്കുന്നു. ഹേമാണ് വിദ്രോഹിയായിട്ട് അഭിനയിക്കുന്നത്. സേനാപതിയുണ്ട്, സൈനികരുണ്ട്, കുറച്ച് ജനങ്ങളുണ്ട്, മതി. ഇത്രയുമാണ് നമ്മുടെ കഥാപാത്രങ്ങൾ. പഹല ദൃശ്യം നോക്കാം. ആദ്യത്തെ ദൃശ്യം, രാജൻ മേം തും ലോഗോं का രാജാ ഹും. രാജൻ പറയാണ്, ഞാനാണ് നിങ്ങളുടെ രാജാവ്. ഹേം തും രാജാ മഗർ ക്യോം, നീ രാജാവോ, പക്ഷേ എങ്ങനെ, എന്തുകൊണ്ട് നീ രാജാവാകുന്നു എന്ന അർത്ഥത്തിൽ ഹേമ ചോദിക്കുകയാണ്. പക്ഷെ എങ്ങനെ, എന്തുകൊണ്ട് നീ രാജാവാകും? എല്ലാ കുട്ടികൾക്കും രാജാവാകാനായിരിക്കും വളരെയധികം ആഗ്രഹം ഉണ്ടാവും അല്ലെ. നാടകമൊക്കെ അഭിനയിക്കുമ്പോൾ രാജാവായിട്ട് അഭിനയിക്കാനായിരിക്കും പല കുട്ടികൾക്കും ആഗ്രഹം ഉണ്ടാകുന്നത്, രാജാവായിട്ട് അഭിനയിക്കാനായിരിക്കും. അപ്പൊ ചോദിക്കാണ്, രാജൻ ഞാനാണ് നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞ ഉടനെ ഹേമ ചോദിക്കാണ്, അതെങ്ങനെ, പക്ഷെ എന്തുകൊണ്ട് ഞങ്ങളുടെ രാജാവാകുന്നു എന്ന് ചോദിക്കുക. അപ്പൊ രാജൻ പറയുന്നു, ക്യോങ്കി മേം തും സബ്സേ ബഡാ ഹും. എന്തുകൊണ്ടെന്നാൽ ഞാനാണ് നിങ്ങളിൽ മൂത്താൾ. ബഡ മുതിർന്നവൻ, സബ്സേ നിങ്ങളെക്കാളൊക്കെ മുതിർന്ന ആള് ഞാനാണ്. മഗർ സിർഫ് ഇസി ബാത്ത് സേ സാബിത് നഹീ ഹോത്താ കി തും സബ്സേ ബലവാൻ ബി ഹോ. ഹേമ ചോദിക്കാണ്, മഗർ സിർഫ് ഇസി ബാത്ത് സേ, പക്ഷേ കേവലം നീ ഈ ഒരു കാര്യം കൂടെ സാബിത് ഹോന, തെളിയിക്കുക. സാബിത് നഹീ ഹോത്ത, തെളിയിക്കുന്നില്ല. എന്താണ് തെളിയിക്കാത്തത്? തും സബ്സേ ബലവാൻ ബി ഹോ, നീ എല്ലാവരേക്കാൾ ശക്തിവാനാണ് എന്ന കാര്യം നീ എന്തുകൊണ്ട് തെളിയിക്കുന്നില്ല എന്ന് ചോദിക്കാണ് രാജനോട് ഹേമ ചോദിക്കാണ്. നീ ഞങ്ങളുടെ രാജാവാണ് എന്ന് പറഞ്ഞു, പക്ഷേ ഞങ്ങളെക്കാൾ നിനക്ക് ശക്തിയുണ്ട് എന്ന കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. എന്തുകൊണ്ട് നീ അത് തെളിയിക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. രാജൻ പറയുന്നു, ക്യാ മേരി താക്കത്ത് സബ്സേ ജ്യാദാ നഹീ ഹേ. എന്റെ ശക്തി നിങ്ങളെക്കാൾ കൂടുതലല്ലേ. ചലോ ലഡ്ലേ, വരൂ നമുക്ക് യുദ്ധം ചെയ്യാം. ഞാൻ തന്നെയാണ് നിങ്ങളെക്കാൾ കൂടുതൽ ശക്തിയുള്ള ആൾ. നിങ്ങൾക്ക് അതിൽ സംശയം ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം എന്നാണ് രാജൻ പറയുന്നത്. നമുക്ക് യുദ്ധം ചെയ്യാം. ഹേമ ടീക്ക്, ഹേമ പറയുന്നു, ശരി. രാജൻ, മേം തുമാരാ ജബഡ തോട് ദൂങ്ക. രാജൻ പറയാണ്, മേം തുമാരാ ജബഡ തോട് ദൂങ്ക. ജബഡ പറഞ്ഞ താടിയല്. ഞാൻ നിങ്ങളുടെ താടിയൽ അടിച്ചു പൊട്ടിക്കും.
തടിയിൽ തമർത്തും എന്ന് പറയാണ് ആര്? രാജൻ. ഹേമ തുമാരി നാക്ക് കാ ബുർത്ത ബനാ ദോങ്ക, നിന്റെ മൂക്ക് ഞാൻ ഇടിച്ചു പരത്തും. ബുർത്ത നാക്ക് കാ ബുർത്ത ബനാ ദോങ്ക പറഞ്ഞാൽ മൂക്ക് ഇടിച്ച് പരത്തുമെന്നും അതുപോലെ തന്നെ വളരെയധികം അടിക്കുക എന്നുള്ള അർത്ഥം കൂടെ വരുന്നുണ്ട് കേട്ടോ. വളരെയധികം ശക്തമായിട്ട് ഇടിക്കുക, അടിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. രാജൻ തുമാരി ബത്തീസി തോട് ദോങ്ക, അപ്പൊ രാജൻ പറയാണ് നിന്റെ ബത്തീസി തോട് ദോങ്ക, നിന്റെ 32 പല്ലും എന്ത് ചെയ്യും? അടിച്ചു കൊഴിക്കും. മദീക്ക പ്രവേശ്, അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ വഴക്കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മതി പ്രവേശിക്കുന്നു. മതി ചോദിക്കാണ്, അരേ ക്യാ തും ലോഗ് ഈസ് തര ജഗട ക്യോ കർ രഹേ ഹോ, അല്ല ഇതെന്താണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴക്കടിക്കുന്നത് എന്ന് മതി ചോദിക്കുന്നു. ജഗട വഴക്ക്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വഴക്കടിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മതി അവിടേക്ക് പ്രവേശിക്കുന്നു. ഹേമ പറയുന്നു രാജൻ കഹത്താ ഹേ വഹ് രാജാ ബനേഗ, ഹേമ പരാതിയായിട്ട് മതിയോട് പറയുകയാണ്. എന്താ പറയുന്നത്? രാജൻ പറയുന്നു അവൻ രാജാവാകുമെന്ന്. വഹ് ഗുദു കോ സബ്സേ ബലവാൻ മാൻതാ ഹേ, അവൻ സ്വയം അവൻ വലിയ ബലവാനാണ് എന്ന് പറയുന്നു. മഗർ മേം ഐസ നഹീ സമജ്ത, പക്ഷേ ഞാനത് സമ്മതിക്കുന്നില്ല. അവൻ വലിയ ബലവാനാണ്, എല്ലാവരെക്കാൾ ബലവാനാണ് എന്ന് പറയുന്നു. പക്ഷെ എന്താണ്? ഞാനത് അംഗീകരിക്കുന്നില്ല, ഞാനത് സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണ്. മഗർ മേം ഐസ നഹീ സമജ്ത, എനിക്കത് തോന്നുന്നില്ല എന്നൊക്കെ പറയില്ലേ, അവൻ വലിയ ബലവാനാണ് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയൂലേ തമ്മിൽ, അതുപോലെ പറയാണ് അവൻ വലിയ ബലവാനാണെന്ന് പറയുന്നു പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. മതി ഏ സിർഫ് ഗേൽ ഹേ, അപ്പൊ മതി എന്താ പറയുന്നത്? ഇത് കേവലം ഒരു കളി മാത്രമാണ്. യഹ് സിർഫ് ഗേൽ ഹേ, ഇതൊരു കളി മാത്രമാണ്. രാജൻ കെ രാജാ ബനനെ മേ ഹർജ് ക്യാ ഹേ, രാജൻ രാജാവാകുന്നതിൽ എന്താണ് പ്രശ്നം, അതിനെന്താണ് പ്രശ്നമുള്ളത്, എന്താണ് കുഴപ്പം എന്നൊക്കെ ചോദിക്കും. ഹർജ്, അതിനെന്ത് കുഴപ്പമാണുള്ളത്? बाद में तुम्हारी भी രാജാ ബനനെ की बारी आएगी, बाद में ശേഷം തുമാരി ബി നിങ്ങൾക്കും രാജാ ബനനെ की രാജാവാകാനുള്ള ബാരി അവസരം ആയേഗി വരും, പിന്നീട് നിങ്ങൾക്കും രാജാവാകാനുള്ള അവസരം വരും. ഇപ്പൊ ആര് രാജാവാകട്ടെ? രാജൻ രാജാവാകട്ടെ, അതിനുശേഷം നിങ്ങൾക്കും അതിനുള്ള അവസരം വരും. ഇത് എന്താണ്? ഒരു കളിയാണ് അല്ലേ? ജയ് മഹാരാജ് രാജേന്ദ്ര കി ജയ്, ജയ് മഹാരാജ് രാജേന്ദ്ര കി ജയ് എന്ന് ആര് പറയുന്നു? മതി പറയുന്നു. അതിനോട് കൂടെ തന്നെ മതി ചോദിക്കുകയാണ് അബ് ബതായിയേ ആപ്പ് മന്ത്രി കിസേ ബനാ രഹേ ഹേ, ഇനി പറയൂ നിങ്ങൾ ആരെയാണ് മന്ത്രിയാക്കുന്നത്? ആപ്പ് മന്ത്രി കിസേ ബനാ രഹേ ഹേ, നിങ്ങൾ ആരെയാണ്, കിസേ ആരെ, നിങ്ങൾ ആരെയാണ് മന്ത്രിയാക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. രാജൻ ജിതൻ കോ മേം അപ്പന മന്ത്രി ബനാവുങ്ക, അപ്പൊ രാജൻ തന്നെയാണ് അതിന് മറുപടി പറയുന്നത്. എന്താണ് രാജൻ പറയുന്നത്? ജിതനെയാണ് ഞാൻ എൻ്റെ മന്ത്രിയാക്കുന്നത് അല്ലേ? മതി ഓർ സേനാപതി, അപ്പോ സേനാപതി ആരാണ്? രാജൻ പറയുന്നു തും ബനോഗെ, നിങ്ങളായിക്കോളൂ. മതി ഓർ ന്യായാധീഷ് കോൻ ബനേഗ, അപ്പൊ ആരാണ് ജഡ്ജ് ആകുന്നത്? ജഡ്ജായിട്ട് ആരാണ് അഭിനയിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്താണ് പറയുന്നത്? ഇസേലിയ അപ്ന ഉബൻ, എന്താ പറയുന്നത്? രാജൻ പറയാണ് ഇസ്കേലിയ അപ്ന ഉബൻ ഹേ, അതിനു വേണ്ടി ആരുണ്ട്? നമ്മുടെ ഉബനുണ്ട്. അതിനു വേണ്ടി ആരാണ്? ഉബൻ, ജഡ്ജി ആവാൻ വേണ്ടിയിട്ട് ഉബൻ ഉണ്ട് എന്ന് പറയുകയാണ്. മതി ആർ ബാക്കി ബച്ചേ ലഡ്കെ, ബാക്കി ശേഷിക്കുന്ന കുട്ടികൾ, ബാക്കിയുള്ള കുട്ടികളോ അവരെന്താണ് എന്തായിട്ട് അഭിനയിക്കും? ബാക്കിയും കുറെ കുട്ടികളുണ്ട്, അവരെന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അപ്പൊ രാജൻ പറയുന്നു വേ സബി സൈനിക് ബനേങ്കെ, അവരെല്ലാം ആരാകും? സൈനികരാവും, അവരെല്ലാം സൈനികരാവും. മതി ടീക്ക്, ശരി. ഗേൽ ശുരു ഹോ, ശരി കളി തുടങ്ങാം. സൈനിക് ലോഗ്
തും സബ് കതാർ മേ ഗഡേ ഹോ ജാവോ. അദ്ദേഹം സൈനികരോട് പറയാണ്, പടയാളികളെ നിങ്ങളെല്ലാവരും വരിയിൽ ചെന്ന് നിൽക്കൂ, ഒരു വരിയായിട്ട് നിൽക്കൂ. കതാർ പറഞ്ഞ വരി, വരിയിൽ നിൽക്കാൻ വേണ്ടി പറയാണ്. മഹാരാജയ്ക്ക് സലാം കരോ, എന്നിട്ട് എന്ത് ചെയ്യാ? മഹാരാജാവിന് സലാം പറയൂ. കഹോ മഹാരാജ് രാജേന്ദ്രക്ക് ജയ് ഹോ, എന്താണ് പറയേണ്ടത്? മഹാരാജ് രാജേന്ദ്രക്ക് ജയ് എന്ന് പറയൂ എന്ന് പറയാണ്. പഹല ദൃശ്യം ഇവിടെ കഴിഞ്ഞു. ഇനി ദൂസര ദൃശ്യാണ്. ദൂസര ദൃശ്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പഹല ദൃശ്യം ശരിക്കും വായിച്ചിട്ട് പഠിക്കാം. അത് കുറച്ച് പ്രയാസമുള്ള ഒരു നാടകം തന്നെയാണ്. ശരിക്കും വായിച്ചിട്ട് പഠിക്കണം. ആരൊക്കെയാണ് ഇതിൽ അഭിനയിക്കുന്നത്, അഭിനയിക്കുന്ന കുട്ടികളുടെ പേര്, അതുപോലെ തന്നെ രാജാവ് ആരാണ്. നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നിട്ടുണ്ട് ഒരു ബോക്സിൽ ആരൊക്കെ എന്തൊക്കെയായിട്ട് അഭിനയിക്കുന്നു, രാജാവായി, മന്ത്രിയായി, ന്യായാധീശ്, വിദ്രോഹിയൊക്കെ ആയിട്ട് ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്ന കാര്യം ആദ്യം തന്നെ പഠിച്ചു വെക്കാം. അപ്പൊ നമ്മള് രാജാ ഓർ വിദ്രോഹി എന്ന അമർ ഗോസ്വാമി ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള ഈ നാടകം നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ദൃശ്യമാണ്. ഫസ്റ്റ് ദൃശ്യത്തിലെ രാജൻ എന്ന് പറയുന്ന കുട്ടി പറയുകയാണ്, ഞാനാണ് രാജാവാകുക എന്ന് പറയുന്നു. ഹേമന് അത് ഇഷ്ടപ്പെടുന്നില്ല. ഹേമ ചോദിക്കുന്നു, എന്തുകൊണ്ട് നീ രാജാവാകുന്നു, നിനക്ക് രാജാവാകാനുള്ള എന്ത് യോഗ്യതയാണുള്ളത് എന്ന അർത്ഥത്തിലാണ് ചോദിച്ചത്. അപ്പൊ രാജൻ പറയുന്നു, ഞാൻ നിങ്ങളെക്കാൾ മുതിർന്ന കുട്ടിയാണ്, എനിക്ക് നിങ്ങളെക്കാൾ പ്രായക്കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ട് എന്ന് രാജൻ പറയുന്നു. ഹേമ മഗർ സിർഫ് ഈസേ ബാത്തേ സബ്, അപ്പൊ ഹേമ പറയാണ്, പക്ഷെ നീ ഈ ഒരു കാര്യം കൂടെ തെളിയിക്കണം, നീ ശക്തിവാനാണെന്ന കാര്യം. അപ്പൊ നിങ്ങൾക്കതിൽ ഞാൻ തന്നെയാണ് ശക്തിവാൻ എന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് യുദ്ധം ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ അവർ യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നു. അവർ തമ്മിൽ വഴക്കടിക്കുകയാണ്. രാജൻ പറയുന്നു, ഞാൻ നിന്റെ താടിയെല്ലാം അടിച്ചു പൊട്ടിക്കും, ഞാൻ നിന്റെ മൂക്കിടിച്ചു പരത്തും, 32 പല്ലും അടിച്ചു കൊഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും എന്താണ് പറയുന്നത്, രണ്ടുപേരും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മതി പ്രവേശിക്കുന്നു. മതി ചോദിക്കുന്നു, ഇതെന്താണ്, ഇത് കേവലം ഒരു കളി മാത്രമാണ്, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴക്കടിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഹേമ പറയുന്നു, രാജൻ പറയുകയാണ് അവനാണ് രാജാവാകുക എന്ന്. ആ സമയത്ത് മതി പറയുകയാണ്, അവൻ രാജാവാകട്ടെ, അതിനെന്താണ് കുഴപ്പം, നിങ്ങൾക്കും രാജാവാകാനുള്ള അവസരം വരും, ഇതൊരു കളി മാത്രമാണ് എന്ന് മതി അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നു. അങ്ങനെ അവർ നാടകം തുടങ്ങാൻ വേണ്ടി അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നു. ആരൊക്കെ രാജാവായും മന്ത്രിയായും ജഡ്ജായും ഒക്കെ അഭിനയിക്കും എന്നത് അവർ അവിടെ വെച്ച് തീരുമാനിക്കുന്നു. അങ്ങനെ ആ നാടകം അഭിനയിക്കാൻ വേണ്ടിയുള്ള തുടക്കമാണ് നമ്മളുടെ ഈ ഫസ്റ്റ് ദൃശ്യത്തിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ദൃശ്യം അടുത്ത ക്ലാസ്സിൽ എടുക്കാം.